ഭാഷകളിൽ ഒന്നായ പൗരസ്ത്യ സുറിയാനി ഭാഷയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ ഭാഷയെക്കുറിച്ചും ഈ സംസ്കാരത്തെക്കുറിച്ചും ഈ നാളുകളിൽ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അവസരം കൂടിയാണല്ലോ. പൗരസ്ത്യ സുറിയാനി ഭാഷ സുറിയായ മദ്നുഹായ എന്ന് പറയുന്നത് നസ്രാണികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കാര്യം തന്നെയാണ്. സുറിയാനി എന്ന് അറിയപ്പെട്ട അരമായ ഭാഷ അതിപുരാതന കാലം മുതൽ മിശിഹാക്കാലം 9-ാം നൂറ്റാണ്ട് വരെ സിറിയ, മെസപ്പൊട്ടോമിയ, ബാബിലോൺ, അസീറിയ മുതലായ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ദേശങ്ങളിൽ സംസാര ഭാഷയും ആരാധനാക്രമ ഭാഷയുമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഈ ഭാഷ വലിയൊരു സംസ്കാരം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകുന്നുണ്ട്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷയെക്കുറിച്ചുള്ള ഒരു സാമാന്യ അറിവ് അതിൻ്റെ പവിത്രമായ പാരമ്പര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് നമ്മെ സഹായിക്കും. ഈ ഭാഷയുടെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന ഏറ്റവും കീർത്തികേട്ട ഒരു ഗ്രന്ഥകാരൻ ബർദയിസാൻ എന്ന വ്യക്തി തന്നെയാണ്. പിന്നീട് അപ്രയം, നർസായി, മാർ യാക്കോബ്, നിനിവേയിലെ ഇസഹാക്ക്, എദേസായിലെ യാക്കോബ്, ബർഹെബ്രായ, അബ്ദീശോ എന്നീ പ്രഗത്ഭരായ വ്യക്തികളിലൂടെ ഈ സുറിയാനി ഭാഷയും സംസ്കാരവും ലോകമെമ്പാടും അറിയപ്പെട്ടു. ഭാരതത്തിലെ നസ്രാണികളെ സംബന്ധിച്ച് ഈ ഭാഷയോടും ഈ സംസ്കാരത്തോടും ആദ്യ നൂറ്റാണ്ട് മുതലൊക്കെ നമുക്ക് വലിയ അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്നു. നമ്മെ സംബന്ധിച്ച് ഈ ഭാഷ ദൈവാരാധനക്രമത്തിൻ്റെ ലിറ്റർജിയുടെ ഭാഷയാണ് അടിസ്ഥാനപരമായിട്ട്. എങ്കിലും നമ്മളുടെ സഭ ഒന്നാകെ 16-ാം നൂറ്റാണ്ട് വരെ ഈ ഭാഷയെയും ഈ ഭാഷയിലുള്ള കുർബാനക്രമത്തെയും മറ്റ് ഉദാശ ക്രമങ്ങളെയുമെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ് കരുതിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ നമുക്ക് ഈ ഭാഷയോട് അസ്തിത്വപരമായിട്ടുള്ള നമ്മുടെ നിലനിൽപ്പിനോട് ബന്ധപ്പെട്ട് തന്നെയുള്ള കുറേയേറെ കാര്യങ്ങൾ സ്വാംശീകരിക്കുവാനും ഉൾക്കൊള്ളുവാനുമൊക്കെ നമുക്ക് സാധിച്ചു. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഭാരതത്തിലെ നസ്രാണികളുടെ ഇടയിൽ പൗരസ്ത്യ സുറിയാനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് പാശ്ചാത്യ സുറിയാനി ക്രമം നമ്മളുടെ രാജ്യത്ത് എത്തുന്നതും അത് സാമാന്യം വിപുലമായ രീതിയിൽ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെട്ടതും. സുറിയാനി ഭാഷയോട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി ഭാഷയോട് ബന്ധപ്പെട്ട സിറോ മലബാർ സഭയും ദ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് തൃശ്ശൂരുള്ള സുറായി സഭയും എന്നും അക്കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. പിന്നീട് നമ്മളുടെ സഭയിൽ ഓർത്തഡോക്സ് സിറിയൻ ഓർത്തഡോക്സ്, ക്നാനായ യാക്കോബായ, മാർത്തോമ സുറിയാനി സഭ, തൊടിയൂർ സഭ, ദ എവഞ്ചലിക്കൽ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് തുടങ്ങിയ സഭകളെല്ലാം പാശ്ചാത്യ സുറിയാനിയുമായിട്ട് ബന്ധപ്പെട്ട സഭാ സമൂഹങ്ങളായിട്ട് വളർന്ന് വരുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മെ സംബന്ധിച്ച് സിറോ മലബാർ സഭ നസ്രാണി സഭയുടെ പാരമ്പര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന
സുറമലബാർ സഭയ്ക്ക് പൗരസ്ത്യ സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളും ആ ഭാഷയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ഈ സഭയിൽ ഈ ഭാഷയോട് ബന്ധപ്പെട്ട കീർത്തി കേട്ട ധാരാളം ആളുകളുണ്ട്. കടവിൽ ശാന്തിക്കത്തനാർ, കടപ്പൂർ റമ്പാച്ചൻ, പാറയമാക്കൽ തോമക്കത്തനാർ, പകലോമറ്റത്തുള്ള അർക്കതിയാക്കന്മാർ, പനങ്കുഴിക്കൽ ചെറിയ യാക്കോബച്ചൻ, പനങ്കുഴിക്കൽ വല്യച്ഛൻ, പറമ്പിൽ പള്ളി വീട്ടിൽ ചാണ്ടിപത്രാപ്പൊലീത്ത, നിധീരിക്കൽ മാണിക്കത്തനാർ, കുടക്കച്ചിറ അന്തോനിച്ചൻ, കട്ടക്കയം വലിയ ചാണ്ടിച്ചൻ, കട്ടക്കയം കൊച്ചു ചാണ്ടിച്ചൻ, അമ്പലം തുരുത്തേൽ യാക്കോബ് കത്തനാർ, മത്തായി വടക്കേൽ കത്തനാർ, ആറാം മാർത്തോമ, ഗുരി യോഹിന്തച്ചന്, പ്ലാസിഡ് പൊടിപാറയച്ചന്, തെള്ളിയിൽ ഇമാനുവേലച്ചന്, ബെർണാർഡ് തോമാച്ചന്, അരയത്തിനാൽ തോമാച്ചന് തുടങ്ങിയ ഒട്ടനവധി ആളുകളുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളും അവരെഴുതിയ വ്യാകരണ പുസ്തകങ്ങളും അവർ നിർമ്മിച്ച സുറിയാനി നിഘണ്ടുവും എല്ലാം ഇന്ന് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഭാഷയോട് നമ്മൾ കൂടുതൽ ബന്ധപ്പെടണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യം ഇതെന്നും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ഭാഷയാണ്. അന്തർദേശീയ ഭാഷയായിരുന്നു, ദിവാരാധന ക്രമത്തിൻ്റെ ഭാഷയാണ്, സഭ ഐക്യത്തിൻ്റെ ഭാഷയാണ്, സമുദായ ഐക്യത്തിൻ്റെ ഭാഷയാണ്, സംഗീതത്തിൻ്റെ ഭാഷയാണ്, സുവിശേഷത്തിൻ്റെ ഭാഷയാണ്, സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഷയാണ്, സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളുടെ ഭാഷയാണ്, ആത്മീയ ഗ്രന്ഥകർത്താക്കളുടെ ഭാഷയാണ്, വേദപുസ്തകത്തിൻ്റെ ഭാഷയാണ്, പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിൾ, ലിറ്റർജികളുടെ ഭാഷയാണ്, സാഹിത്യത്തിൻ്റെ ഭാഷയാണ്, നാടകങ്ങളുടെ ഭാഷയാണ്, വാണിജ്യത്തിൻ്റെ ഭാഷയാണ്, ഗണിതശാസ്ത്രത്തിൻ്റെ ഭാഷയാണ്. ഇങ്ങനെ സമസ്ത മേഖലകളോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിസുന്ദരമായ ഒരു ഭാഷയാണ് സുറിയാനി ഭാഷ. പ്രത്യേകിച്ചും നമ്മളിവിടെ ഒന്നിൽ കൊടുത്ത് പറയുന്ന പൗരസ്ത്യ സുറിയാനി ഭാഷ. പൗരസ്ത്യ സുറിയാനി ഭാഷയെ സംബന്ധിച്ച് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. 2-3 തലങ്ങളിലായിട്ടാണ് ഈ ഭാഷ നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന്, ഈ ഭാഷയെ നല്ലവണ്ണം അറിയാവുന്ന പണ്ഡിതന്മാർ നമ്മുടെ സഭയിൽ ഇനിയും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇതുവരെയും മനസ്സിലാക്കാതെ കിടക്കുന്ന പല മേഖലകളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. വിവർത്തനം ചെയ്യപ്പെടാത്ത ഒട്ടനവധി മൂലഗ്രന്ഥങ്ങൾ സുറിയാനി ഭാഷയിൽ ഇപ്പോഴുമുണ്ട്. എല്ലാവരും ആഴത്തിൽ ഈ ഭാഷ പഠിച്ചില്ലെങ്കിലും ഈ ഭാഷയുടെ മർമ്മം മനസ്സിലാക്കാൻ കഴിവുള്ള പണ്ഡിതന്മാർ സുറമലബാർ സഭയിൽ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ ഈ സഭയുടെ അടിസ്ഥാന ഉറവിടങ്ങൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു തലം ദൈവാരാധനക്രമത്തിൽ സാധ്യമാകുന്ന വിധത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നവീകരിക്കപ്പെട്ട നമ്മളുടെ കുർബാനക്രമത്തിൽ കുറേയേറെ പ്രാർത്ഥനകളും ഗീതങ്ങളും സുറിയാനിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു എന്നത് ഈ സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. മൂന്നാമതൊരു തലം സർവകലാശാലകളിലും സ്കൂള് കോളേജ് തലത്തിലുമൊക്കെ ഭാഗ്യവശാൽ നമ്മളുടെ യൂണിവേഴ്സിറ്റി ഈ ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങി. അങ്ങനെ അത് വൈദികരുടെ മാത്രം ഒരു കാര്യമല്ല, ഈ സമുദായത്തിലെ ഏത് വ്യക്തിക്കും ഈ സമുദായത്തിന് പുറത്തുള്ളവർക്കും ഇത് പഠിക്കാൻ കൊള്ളുന്ന ഭാഷയാണെന്നും ഇത് ഫലപ്രദമായിട്ട് ഉപകാരപ്പെടേണ്ടതാണെന്നും
തിരിച്ചറിയാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു തലം നമ്മുടെ ദൈവാരാധനക്രമത്തിലും ദേവാലയത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള സമ്മേളനങ്ങളുമൊക്കെ കുട്ടികളെ കൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതിലെ ഗീതങ്ങളും അതിലെ ആത്മീയ പ്രാധാന്യമുള്ള പ്രാർത്ഥനകളുമൊക്കെ പഠിപ്പിക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഭാഗ്യവശാൽ നമ്മുടെ സഭയിൽ കുറേയേറെ മേഖലകളിൽ ഞാനീ സൂചിപ്പിച്ച സ്ഥലങ്ങളിലൊക്കെ കുറേയൊക്കെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു വലിയ ഉണർവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നസ്രാണി സഭയിൽ അനേകം പള്ളികളിൽ അതിൻ്റെ മദ്ബഹായിൽ അല്ലെങ്കിൽ സ്ലീവായുടെ മേൽ ദേവാലയ മണ്ഡലത്തിലൊക്കെ സുറിയാനിയിലുള്ള കുറിപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കടമറ്റം സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ, കൊതമംഗലം വലിയ പള്ളിയിൽ, തൃപ്പൂണിത്തറ പള്ളിയിൽ, കോട്ടയം വലിയ പള്ളിയിൽ, തൃശ്ശൂർ വലിയ പള്ളിയിൽ, പാല സെൻറ്റ് തോമസ് കത്തീഡ്രലിൽ, മുളന്തുരുത്തി പള്ളിയിൽ, കണ്ടനാട് ദേവാലയത്തിൽ, കുറവലങ്ങാട് മേജറാർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ, പള്ളിക്കര സെൻറ്റ് മേരീസ് ചർച്ചിൽ, മന്നാനം കൊവേന്തിയിൽ, വള്ളിക്കാട്ട് ദേറയിൽ, തൃപ്പൂണിത്തറ ദേവാലയത്തിൽ, മുട്ടിച്ചിറ ദേവാലയത്തിൽ, കോട്ടയം കടുത്തുരുത്തി ദേവാലയത്തിൽ, അരുവിത്തറ വൈദിക മന്ദിരത്തിൽ, ഇങ്ങനെ ഒട്ടനവധി ഇടങ്ങളിൽ നമ്മുടെ എറണാകുളം കാർഡിനൽ ഹൗസിൻ്റെ മുൻപിൽ ഉൾപ്പെടെയുള്ള അനേകം ദേവാലയങ്ങളിലും കീർത്തികേട്ട സ്ഥാപനങ്ങളിലുമൊക്കെ ഇതുപോലുള്ള സുറിയാനി ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാനുണ്ട്. അതൊക്കെ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ഈ സഭയുടെ വളർച്ചയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട ഒരു ഇടപെടൽ കൂടിയായിരിക്കണം അങ്ങനെയുള്ള സമീപനങ്ങൾ. നമ്മുടെ പൂർവികർ ഈ ഭാഷ അതിൻ്റെ വ്യാകരണ സംബന്ധമായ മേഖലയിൽ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും സാധാരണ സംഭാഷണങ്ങളിൽ കൊണ്ടുവരാനൊക്കെ സാധിച്ചിട്ടുണ്ട്. വളരെ പോപ്പുലറായിട്ടുള്ള ഏതാനും ചില വാക്കുകൾ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. സ്ലീവ, വിശുദ്ധ കുരിശ്; സ്ലീഹ, സ്ലീഹന്മാർ; മർത്തുമറിയം, പരിശുദ്ധയമ്മ; മിഖായേൽ, ഗബ്രിയേൽ, മലാഖമാർ; ഏൽ, ദൈവം; എമ്മ, അമ്മ; യൗസേപ്പ്, ജോസഫ്; ആവ, അപ്പൻ; റൂഹ, അരൂപി; മിശിക, ഈശോ; എങ്കർത്ത, ലേഖനം; ആലാഹ, ദൈവം; ഉറഹ, വഴി; നുഹറ, പ്രകാശം; ബൈത്ത, വീട്; ദുമ, രക്തം; ഹഷ, സഹനം; ഹാസ, സഹോദരി; എവൻഗേലിയോൺ, സുവിശേഷം; കാറോസൂസ, പ്രാർത്ഥനകൾ; സ്യാമീദ, കൈവപ്പ് പ്രാർത്ഥന; ഹൂത്താമ, സമാപന പ്രാർത്ഥന; റംശ, ലലിയ, സപ്ര; പെസഹ; മൽക്കൂസ, ദൈവരാജ്യം; കുർബാന, പരിശുദ്ധ കുർബാന; ഊറാറ, കാപ്പ; ലബൂഷ; ദനഹ, ഉദയം; ഖബർ, ഖബറിടം; സുലാക്ക, സുനായ, മയൽത്ത. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാധാരണ നമ്മുടെ അമ്മച്ചിമാർക്കും ചാച്ചന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെല്ലാം അവരുടെ സാധാരണ വർത്തമാനങ്ങളിൽ അതുപയോഗിച്ച് അവരുടെ വീട്ടിൽ മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ സംഭാഷണത്തിലൂടെ കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാനിത് പറഞ്ഞത് ഈ ഭാഷ വലിയൊരു സംസ്കാരം ഈ രാജ്യത്തിന് നൽകിയിട്ടുണ്ട്. വലിയൊരു രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനം ഈ ഭാഷയിലൂടെ സംജാതമായിട്ടുണ്ട്. ഈ ഭാഷയോട് ബന്ധപ്പെട്ട ഒട്ടനവധി
ഇൻ്റലക്ച്വൽസ് ഈ സഭയിൽ നിന്ന് ഈ സമുദായത്തിൻ്റെ മാത്രമല്ല ഈ രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നിട്ടുമുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പൗരസ്ത്യ ശ്രീയാനി ഭാഷയോടുള്ള ഒരു സ്നേഹം, ഒരു വാത്സല്യം, ഒരു ഇഴയെടുപ്പം സ്വാഭാവികമായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ടതാണ്. അത് വലിയൊരു സമ്മർദ്ദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കാനുള്ള കാര്യമായിട്ട് ഒന്നും നമ്മളതിനെ കാണേണ്ടതില്ല. സ്വാഭാവികമായിട്ട് വൈദികരും സമർപ്പിതരും അൽമായരും പഠിച്ചെടുക്കണം. ഇന്ന് നമ്മുടെ സഭയിൽ കാണുന്ന ഏറ്റവും സന്തോഷപ്രദമായൊരു കാര്യം, നമ്മുടെ സഭയിലെ യൂത്ത് കുറേയേറെ പേര് നമ്മുടെ ഇവിടെ പ്രോപ്പർ കാനോനിക്കൽ ടെറിട്ടറിയിലുള്ളവരും മൈഗ്രൻസായിട്ട് ദേശരാജ്യങ്ങളിലേക്ക് പോയവരും വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. ആ താല്പര്യം ഈ ഭാഷയെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സഭയുടെ താളമാണ്, ഈണമാണ് ഈ ഭാഷ. ഈ ഭാഷയിലൂടെയാണ് 16 നൂറ്റാണ്ടുകൾ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികൾ നമ്മൾ മനസ്സിലാക്കിയതും ആ വിശ്വാസം കൈമാറ്റം ചെയ്തതും. ഈ ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭാഷ നൽകുന്ന ഒരു താളമാണ്. ഇത് സംഗീതത്തിൻ്റെ മേഖലയാണ്. സംഗീതം മാത്രമേ വാസ്തവത്തിൽ ശ്രീയാനി ഭാഷയിലുള്ളൂ. പ്രോസായിട്ട് നമ്മൾ എഴുതുമ്പോഴും നമ്മൾ അത് സംഗീതമായിട്ട് കൂടെ ആലപിക്കാനുള്ള വലിയൊരു പ്രത്യേകത ഈ ഭാഷയിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ ആരാധനാക്രമത്തിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന 2-3 ചെറിയ കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വാക്ക് തന്നെ പാട്ടായിട്ട് നമുക്ക് പാടാം. അതാണ് ഈ ഭാഷയുടെ പ്രത്യേകത. ഉദാഹരണമായിട്ട് കുർബാന ആരംഭിക്കുമ്പോൾ മുക്താനഹോൻ ഒറ്റ വാക്കാണുള്ളത്. ഒറ്റ കുർബാന, സാധാരണ കുർബാന നമ്മൾ ചെല്ലുമ്പോൾ മുക്താനഹോൻ എന്നാണ് കാർമ്മികൻ പറയുന്നത്. ആഘോഷമായ കുർബാനയിൽ വന്ന് നിൽക്കുമ്പോൾ മുക്താനഹോ ഓ ഈ ഭാഷയുടെ പ്രത്യേകത വളരെ ഹൃദ്യമായ രീതിയിൽ ഒരു മനുഷ്യൻ്റെ ഏത് അവസ്ഥയെയും ഉൾച്ചേർത്തുകൊണ്ട് പാടാനായിട്ട് സാധിക്കും. സന്തോഷത്തിൻ്റേതാകാം, ശോകത്തിൻ്റേതാകാം, പ്രത്യാശയുടേതാകാം, കാത്തിരിപ്പിൻ്റേതാകാം, പരലോക ചിന്തകളുടേതാകാം, വിടവാങ്ങലിൻ്റേതാകാം, നിത്യാനന്ദത്തെക്കുറിച്ചാകാം. ഇങ്ങനെ ഒട്ടേറെ മേഖലകളിലേക്ക് നമ്മെ ഇതെത്തിക്കും. ഈ ഭാഷയുടെ സംഗീതാത്മകതയെക്കുറിച്ച് പറയുമ്പോൾ നിറങ്ങൾ കൂടുതലുള്ള ഭാഷ എന്നാണ് ഇതിനെക്കുറിച്ച് സാധാരണ ഗതിയിൽ എപ്പോഴും പറയാറുള്ളത്. ഇന്ന് നമ്മളുടെ സഭ അനുവദിച്ചിട്ടുള്ളതും ഒട്ടുമിക്ക ദേവാലയങ്ങളിലും പരിശുദ്ധ കുർബാനയുടെ സമയത്ത് സ്ഥലത്തിൻ്റെയും നാഥ എന്നുള്ള മനോഹരമായ ആ ഗാനം ആലപിക്കാറുണ്ടല്ലോ. അതിൻ്റെ 2 ഈരടികളൊന്ന് പാടാം. ലാ കുമാരം ദുകൊല്ലാം മൗദേനാൻ ആങ്ങുലാഹ് ഈശോ മിശിഹ ശബഹീനാൻ ആം ദത്തോ നഹ്മാ നാദുപാഗിറായിൻ വത്തോ പാറോക്കഥാവ തുനൗശാസൻ. അതുപോലെ തന്നെയാണ് കന്ദീശാലാഹ എന്നുള്ള പാട്ട്. കൊച്ചുകുട്ടികൾ പോലും അത് ദൈവാരാധനയിൽ പാടുന്നത് കേൾക്കുമ്പോൾ ഹൃദയത്തിന് വലിയ സന്തോഷം അനുഭവപ്പെടാറുണ്ട്. ആയിരക്കണക്കിന് കാറ്റഗറ്റിക്കൽ കുട്ടികൾ, വേദപാഠ മതപരിശീലന ക്ലാസ്സുകളിൽ ഇരിക്കുന്ന കുട്ടികൾ ഈ പാട്ട്, ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ പാട്ടാണല്ലോ അത്,
അതുകൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കന്ദീശ മാലാഹ കന്ദീശ ഹയൽസാന കന്ദീശാലം മായോസ യേശുറാഹം ആലൈൻ. സുറിയാനിയുടെ ആരാധനക്രമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ ഒരിക്കലും നമ്മൾ വെറും പ്രോസായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇവിടെ ചാൻഡിങ് മാത്രമാണ്. എല്ലാ പ്രാർത്ഥനകളും ചാൻഡിങ് ആണ്. കന്ദീശാലാഹായിക്ക് തൊട്ട് പുറകിലുള്ള ഒരു പ്രാർത്ഥന കൂടെ കേൾപ്പിക്കട്ടെ. അത്തൂമാർ ശരീറായിസ് ബ്നഹ്മാനാദു പകറാം ആയിൻ വത്തു പാറോക്കത്താവാദനം ശാസൻ അമ്നിത്രാനമീനാദുഹൈൻ ഉലാമാർ ഹയ്യാവീൻ നവദേവനിസ്കോത് വനിശംഭവ കോലന്താൻ മറാദുഗോ ഓൽ ലൽമീ. അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ ചാൻഡിങ്ങിൽ ആണ് നമ്മൾ അപേക്ഷിക്കാറുള്ളത്, അല്ലെങ്കിൽ ഉരുവിടാറുള്ളത്. കുർബാനയിൽ പല പ്രാവശ്യം കാർമ്മികൻ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണല്ലോ, നിങ്ങൾക്ക് സമാധാനം, സ്ലാമ്മ അമഹോൻ. അതാണ് നമ്മൾ സാധാരണ കുർബാന ചെല്ലുമ്പോൾ സ്ലാമ്മ അമഹോൻ. നമ്മൾ ആഘോഷമായിട്ട് കുർബാനയിൽ ചെല്ലുമ്പോൾ സ്ലാമ്മ ആമഹോൻ. ഈ പ്രാർത്ഥനകളൊക്കെ ഈ ഭാഷയുടെ ഒരു വാക്കുപോലും അറിയത്തില്ലാത്ത നമ്മുടെ പൂർവികർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാം അറിയാം എന്നുള്ളത് നമ്മൾ കൂടെ കൂടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിലേക്കുള്ളൊരു ബോധവൽക്കരണം ദൈവാനുഗ്രഹത്താൽ, ഭാഗ്യവിശാൽ ഈ നാളുകളിലൊക്കെ നമ്മുടെ യൂത്ത് സർക്കിളിലും ഒപ്പം സമർപ്പിതരിലും വൈദികരിലുമൊക്കെ കുറേയൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നതാണ്. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. അങ്ങനെയുള്ള സ്തുതിപ്പുകളും അപേക്ഷകളുമൊക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനാ സമുച്ചയമാണ് നമ്മളുടെ കുർബാനക്രമം. നമ്മുടെ അനാഫറയിലേക്ക് കയറുമ്പോൾ എത്ര സുന്ദരമായ വാക്കുകളിലൂടെയാണ് ഈശോയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് ഇതിൻ്റെ അനശ്വരതയാണ് കാണിക്കുന്നത്. ഈ ഭാഷയുടെ പ്രാർത്ഥനകളും സംഗീതവും ഏതെങ്കിലും ഒരു പാട്ടുകാരൻ്റെയോ അല്ലെങ്കിൽ ഒരു കൊയറിൻ്റെ മാഹാത്മ്യമോ കാണിക്കാൻ വേണ്ടിയല്ല. ഈ സമൂഹമാണിത് ഓൺ ചെയ്യുന്നത്. ഈ ഭാഷ ഇന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന് യഥേഷ്യൻ നിസീബിയൻ സ്കൂളുകളിലൂടെയൊക്കെ വലിയ ശാസ്ത്രീയ സ്വഭാവം നേടിയ ഈ ഭാഷ നമ്മുടെ ഇവിടെ ഈ ഭാരതത്തിൽ വന്നപ്പോഴും നമ്മളുടെ ദൈവാരാധനക്രമത്തിൻ്റെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും സമഗ്രമായ ദൈവശാസ്ത്ര പദങ്ങളായിട്ടും ഈ ഭാഷ നമ്മുടെ ലിറ്റർജിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ബാനയുടെ മുനാഫ്ര പാർട്ട് കഴിയാറാകുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവികവുമായ എന്നുള്ള ആ പ്രാർത്ഥനയുണ്ടല്ലോ. അതോടെ ഞാനൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ബാരേക് മാർ ബാരേക് മാർ ബാരേക് മാർ മകർവാല മാരൻ ബാലാഖൻ മറുമാനുസ ദൈവോസ ശേഷ്രാശേ
Alin Swihe Gandishe Mahiane Valaha Kadila Shabinan Bashrara Kadila Shabinan ബാനയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അനുരഞ്ജന കറുസുസായുടെ ഭാഗത്ത് വരുമ്പോഴും നമ്മളുടെ സുറിയാനി ഭാഷയിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടുള്ള ഹൃദ്യതയോടുകൂടി ആ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കാനായിട്ട് ഏവർക്കും കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഒരു 2 ലൈൻ ഞാനൊന്ന് അപേക്ഷിക്കാം. റഹമേശുക്കാനാമിൻ ആലാഖം മാറേക്കോൽ മർപ്പേന സഹൽവാസ ലഹ്നാവാസ അതിൻ്റെ ഉത്തരമാണ് മറിയ ഹസ അത്താഹേ ഓ സഹൽവാസ ദൗദായിക്ക്. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവജനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം എന്ന് പ്രാർത്ഥിച്ച് കർമ്മികൻ ആശീർവദിക്കുന്ന ആ ഒരു ചെറിയ പ്രാർത്ഥനയുണ്ടല്ലോ, അത് ഇപ്രകാരമാണ്. മൗഹൗസ ദൈവോസേതമഹിയാനന്മാരൻ ഈശോ മിശിഹ തസ്ലം ലം ബ്രഹ്മേ അംഗൊല്ല. നമ്മുടെ ദൈവാരാധന ക്രമത്തിലെ മറ്റ് പ്രാർത്ഥനകളിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. വൈദികരുടെയും അൽമായരുടെയും സമർപ്പിതരുടെയും ഒക്കെ സംസ്കാര ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോഴുമുള്ള പ്രാർത്ഥനകളും അതിലെ ഗീതങ്ങളുമെല്ലാം ഈ സുറിയാനി സംസ്കാരത്തോടും ഈ ഭാഷയുടെ താളത്തോടും ചേർന്ന് കിടക്കുന്ന കാര്യമാണ്. അതെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ട് പൊതുവിൽ നമ്മുടെ സഭാസമൂഹം ഒന്നാകെ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. നമ്മൾ സംസ്കാരവേളയിൽ ഓഫീസ് ചെല്ലാനായിട്ട് പോകുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. കമ്പേൽ മാറാൻ ഹൻ കുർബാന ലേൽ ബശ്മയ്യ ദുഃഖാറയോ ഔദാ ബഹൈമാനൂസ വിലംബാം ദഹിയാം. സാധാരണ വലിയ വെഞ്ചിരിപ്പുകളൊക്കെ കഴിയുമ്പോൾ ഈശോയുടെ യുണീക്ക്നെസ്സിനെ പ്രകീർത്തിച്ചുകൊണ്ട് കൗൺസിലുകൾ രൂപീകരിച്ച ഡോഗ്മാറ്റിക് പ്രാർത്ഥനകളാണല്ലോ ഈശോയിൽ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും കലർപ്പില്ലാതെ പൂർണ്ണമായ രീതിയിൽ സമ്മേളിക്കുന്നു എന്നുള്ളത്. അത് ആ പ്രാർത്ഥനയാണിത്. സഹദീനന്മാർ ലാലാഹൂസ വൽനാശൂസ ലാപ്പൂലാങ്കം. പൊതുകർമ്മങ്ങളിൽ നമ്മളെപ്പോഴും നമ്മളുടെ സുറിയാനി പാട്ട് സംഗീതം ഉപയോഗിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ നമ്മുടെ മാതാപിതാക്കൾ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയുള്ള പൊതു അവസരങ്ങളിലൊക്കെ നമ്മൾ പാടുന്നത് അതും ഈശോയെക്കുറിച്ചാണ്. അമ്മയുടെ മകനായ ഈശോയെക്കുറിച്ചുള്ള കീർത്തനമാണ്. ആ ഗാനത്തിൻ്റെ ഏതാനും ഈരടികളിൽ കൂടെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. ബറുമാറിയം ബാറുമാറിയം ബർ ആലാഖ യൽദേസ് മാറിയം ആവികാവോക്കെ
ബാറുമാറിയം അഹ്നിവിയൂസേ ബറുമാറിയം ബറുമാറിയം ബാറുമാറിയം ബർആലാഹ യൽദേസ് മാറിയം ബറുമാറിയം ബാറുമാറിയം ബർആലാഹ യൽദേസ് മാറിയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.